നമ്മൊരു 2D ഗെയിമാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. അതിൽ ഒരുപാട് കൊളൈഡറുകളുണ്ട്. ഈ കമ്പോസിറ്റ് കൊളൈഡർ 2D എന്ന് പറഞ്ഞ കമ്പോണൻ്റ് യൂസ് ചെയ്താൽ ഒരുപാട് കൊളൈഡറുകളുള്ള ഒരു ഗെയിം ഒബ്ജക്റ്റിലത്തെ എല്ലാ ഡിഫറെൻറ്റ് കൊളൈഡറിനും ഒരു സിംഗിൾ കൊളൈഡറായിട്ട് കൺസിഡർ ചെയ്യും. അതായത് നമുക്കൊരു ഒരു 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 കാറുണ്ടെന്ന് വിചാരിക്കാം. ആ കാറിൻ്റെ മുകളിൽ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ആവട്ടെ, ഒരു മരം, ഒരു കാറിൻ്റെ മുകളിൽ ഒരു മരം. എന്നിട്ട് ഈ കാറും മരം ഒരു ഗെയിം ഒബ്ജക്റ്റിൻ്റെ പാർട്ടാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ കാറിനൊരു കൊളൈഡർ ഉണ്ട്, അതുപോലെ തന്നെ ഈ മരത്തിനൊരു കൊളൈഡർ ഉണ്ട്. 2Dയിലത്തെ കാര്യമാണ് പറയുന്നത്, 2Dയിൽ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കമ്പോസിറ്റ് കൊളൈഡർ നമ്മൾ അതിൽ ആഡ് ചെയ്യാതെ നിൽക്കാം. വെച്ചാൽ സെപ്പറേറ്റ്, അതായത് കാറിനൊരു കൊളൈഡർ, മരത്തിനൊരു കൊളൈഡർ, അത് കൂടാതെ ഒരു കമ്പോസിറ്റ് കൊളൈഡർ. എന്നിട്ട് ബാക്കിയുള്ള കൊളൈഡറിൽ യൂസ് കമ്പോസിറ്റ് കൊളൈഡർ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാറിൻ്റെയും മരത്തിൻ്റെയും കൊളൈഡർ ഒരു സിംഗിൾ കൊളൈഡറായിട്ട് കൺസിഡർ ചെയ്യും. അതെന്തുകൊണ്ടാണ് അതിൻ്റെ ഗുണം എന്നൊക്കെ മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അതായത് ഒരു സിംഗിൾ കൊളൈഡർ, സിംഗിൾ കൊളൈഡറിൽ അതിൻ്റെ കൊളീഷൻ ഡിറ്റക്ഷനും സംഭവങ്ങളും കൊണ്ടൊക്കെ ഒരുപാട് യൂസ് ഉണ്ട്. അതാണ് ഈ കമ്പോണൻറ്റ് കൊണ്ടുള്ള യൂസ്. അധികം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പോകുന്നില്ല.